നമസ്കാരം. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് കരുതപ്പെടുന്ന ദിവസം തന്നെയാണ് അക്ഷയ തൃതീയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസം. കാരണം ഇന്നേ ദിവസം നിങ്ങൾ എന്ത് സൽപ്രവൃത്തി ചെയ്യുകയാണ് എങ്കിലും ആ സൽപ്രവൃത്തിയുടെ ഗുണഫലം ജീവിതാവസാനം വരെ നിങ്ങളെ പിന്തുടരുന്നതാകുന്നു. അത്രമേൽ പ്രാധാന്യം അക്ഷയ തൃതീയയ്ക്കുണ്ട്. ശുഭകരമായ കാര്യങ്ങൾ, മംഗളകരമായ കാര്യങ്ങൾ സമയത്തിൽ ചെയ്യണം എന്നാണ് ഹിന്ദു വിശ്വാസപ്രകാരം പരാമർശിച്ചിട്ടുള്ളത്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഗ്രഹസ്ഥാനങ്ങളും സംയോഗങ്ങളുമെല്ലാം നക്ഷത്രങ്ങളും നോക്കിയാണ് മംഗളകരമായ സമയം നാം നിശ്ചയിക്കുന്നത്. ജ്യോതിഷത്തിൽ നിരവധിയാർന്ന മംഗളകരമായ യോഗങ്ങളും നക്ഷത്രങ്ങളുമുണ്ട്. ശുഭസമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിൽ അഥവാ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്നാണ് വിശ്വാസം. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് അക്ഷയ തൃതീയ. അതിനാൽ തന്നെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാം ദിവസമാണ് അക്ഷയ തൃതീയയായി കണക്കാക്കുന്നത്. എല്ലാ കാലവും നിലനിൽക്കുന്നത് എന്നതാണ് അക്ഷയ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. തൃതീയ എന്നാൽ അമാവാസിക്ക് ശേഷമുള്ള 3-ാം ദിവസം. ഈ വിശേഷപ്പെട്ട ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നാണ് പരാമർശിക്കുന്നത്. ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അക്ഷയ തൃതീയയുടെ ഐശ്വര്യത്തോടൊപ്പം ജ്യോതിഷപ്രകാരമുള്ള ചില ശുഭകരമായ യോഗങ്ങളും ഈ നാളിൽ രൂപാന്തരപ്പെടുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും ഈ സമയം ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും സംയോഗം ഉണ്ടാകുന്നു എന്നതും വാസ്തവമാണ്. അതിനാൽ തന്നെ ഗജകേസരി യോഗം രൂപാന്തരപ്പെടുകയും അത് ചില രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും. ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അക്ഷയ തൃതീയവുമായി ബന്ധപ്പെട്ട് ശുഭയോഗങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്ന, സിദ്ധിച്ചിരിക്കുന്നതായ ഒരു രാശിക്കാരാണ് എന്ന് പറയാം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ, ഭവിക്കുന്നതായ സമയമാകുന്നു. ശുഭകരമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അഭിവൃദ്ധി എന്നിവ വന്നു ചേരുകയും തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പ്രധാനമായും വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. സമ്പത്ത് വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം പല ജോലികളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ്. തീർച്ചയായും അക്ഷയ തൃതീയ ഭാഗ്യമായി തന്നെ ഇവർക്ക് മാറും എന്ന് തന്നെ പറയാം. കാരണം ചില ശുഭകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സ്വർണം, വെള്ളി, വാഹനം, ഭൂമി എന്നിവയെല്ലാം വാങ്ങുവാൻ അനുകൂലമായ സമയമാകുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നത് വാസ്തവമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. കുടുംബത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും കുടുംബവുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സവിശേഷമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു. ഈ സമയം മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും
അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം മനസമാധാനം കൂടി വർദ്ധിക്കും. അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്കും അഥവാ ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും അക്ഷയ തൃതീയ നാളിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഗജകേസരി യോഗവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുക, ധനപരമായ ഉയർച്ച വന്നു ചേരുക, തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ജോലിയിൽ ആഗ്രഹിച്ചതായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് ആരംഭിക്കുവാനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനും അഥവാ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ലാഭങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സമയം. സാമ്പത്തിക അഭിവൃദ്ധിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. കടങ്ങൾ ഒരു പരിധിവരെ വീട്ടുവാനോ സമയം നീട്ടി കിട്ടുവാനോ സാധ്യത കൂടുതലാകുന്നു. കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബത്തിൽ നിന്നും സന്തോഷകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ നിമിഷങ്ങൾ എന്നിവ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വളരെ ശുഭകരമായ സമയങ്ങൾ, അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയമാണ്. അതിനാൽ തന്നെ വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. വിദേശത്തേക്ക് പോകുവാനും അതേപോലെ തന്നെ നാട്ടിൽ തൊഴിൽ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കുക. ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ പല രീതിയിലുള്ള അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും ദേഷ്യം നിയന്ത്രിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ചു പോകുവാൻ അത് കാരണമായി തീരും. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് എന്ന് പറയാം. തീർച്ചയായും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിനോടൊപ്പം പരമശിവനെ ആരാധിക്കുകയും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഈശ്വരപ്രദമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരം പറയുന്ന ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം.